ഇന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചരസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിലെ 69ാമത്തെ ദശകം, 65, 6, 7, 8, 9 രാസക്രീഡ. 5 ദശകം, 2 ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. ഇളകുന്ന കുണ്ടലങ്ങളോട് കൂടിയിട്ടും അംഗരാഗം ശരീരത്തിൽ അണിഞ്ഞിട്ടും ഭഗവാൻ തയ്യാറായി. അംഗരാഗം എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുങ്കുമം, അഖില, കസ്തൂരി, ഗോരോചനം, ഈ 5 ചേർന്നതിനെ അംഗരാഗം. കുറിക്കൂട്ടൊക്കെ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ അങ്ങനെയാണ് പണ്ട് അണിയുക. ഹരിചന്ദനം മുതലായിട്ടൊക്കെ ഭഗവാൻ ശരീരത്തിൽ അണിഞ്ഞു. അപ്പോൾ തന്നെ ഗോപികളും ഇളകുന്ന കുണ്ടലങ്ങളും വസ്ത്രങ്ങളൊക്കെ നേരെയാക്കി തയ്യാറായി എന്ന് വരെയാണ് പറഞ്ഞു വെച്ചത്. വാസുദേവ തവ ഭാസമാനമിഹ രാസകേളിരസസൗരഭം ദൂരത്തോപി ഖലു നാരദാഗതിദം ആകലയ്യ കുതുകാകുല വേഷഭൂഷണ വിലാസപേശല വിലാസിനീ ശതസമാവൃത നാഗതോ യുഗപതാഗതാവിയതി വേഗതോതസുരമണ്ഡലീ. ദേവഗാന്ധാരിയിലാണ് ലീല പാടിയിരിക്കണം കേട്ടോ. നമ്മളൊന്നും പാടിയ അത്ര നേരെയാവില്ല. ഇവിടെ വിളിക്കണം, ഏ വാസുദേവ തവ ഭാസമാനമിക രാസകേളിരസ സൗരഭം. ഭഗവാന്റെ ആ രാസക്രീഡ, അല്ലയോ വാസുദേവ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു. യമുനാ തീരത്തിങ്കൽ ഭംഗിയായി നടക്കുന്ന അസാധാരണ ഭംഗിയോട് കൂടിയിട്ടുള്ള രാസകേളിരസ സൗരഭം കാണാൻ ആരൊക്കെ വന്നു? ദൂരത്തോപി ഖലു നാരദാഗതിതം, നാരദൻ മുതലായിട്ടുള്ളവരൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാസക്രീഡ സാധാരണ സ്ത്രീ പുരുഷ ലീലയല്ല എന്ന് ഉറപ്പിക്കാം. നാരദൻ ഒരിക്കലും സ്ത്രീ സംഘോ സ്ത്രീ വിഷയോ തൽപരനല്ല, വിഷയത്തിലോ തൽപരനല്ല. എവിടെ സ്ത്രീ വിഷയൻ്റെ അവിടെ പോവാത്ത, തിരിഞ്ഞു നോക്കാത്ത ആളാണ് നാരദൻ. ആരെന്നെ ആയിക്കോട്ടെ, ഭഗവാനായാലും അത് ആണെങ്കിൽ നാരദൻ കാണില്ല. ശിവൻ കാണുമോ? കാണില്ല. കാമദേവനെ ദയിപ്പിച്ച ആളാണ്. പക്ഷെ ഇവിടെ ശിവനും വന്നു എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവരൊക്കെ ഭഗവാന്റെ രാസലീല കണ്ടു നിന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് സാധാരണ സ്ത്രീ പുരുഷ ലീലയല്ല. എന്നോട് തെളിവായിട്ട് പറയും. ദൂരത്തോപി ഖലു നാരദാഗതിദം ആകലയ്യ കുതുകാകുല. അത് കാണാനായിക്കൊണ്ട് നാരദാദികളൊക്കെയാണ് വന്നിരിക്കുന്നത്. വേഷഭൂഷണ വിലാസപേശല വിലാസിനീ ശതസമാവൃത പറഞ്ഞു. വേഷഭൂഷണ വിലാസപേശലം, വേഷം കെട്ടിൽ, ആഭരണങ്ങൾ അണിയൽ, ഇവയിലൊക്കെ പ്രത്യേകിച്ചും തൽപരരായ അസംഖ്യം സുന്ദരിമാരോടുകൂടി സ്വർഗത്തിൽ നിന്ന് ആകാശത്തിൽ അനവധി ദേവസ്ത്രീകളും വന്നിരിക്കുന്നു. വിദഗ്ധരായിരിക്കുന്ന അസംഖ്യം സുന്ദരിമാരോട് ഇടകലർന്ന് സ്വർഗത്തിൽ നിന്ന് ആകാശത്തിൽ അപ്പോൾ അതിവേഗത്തിൽ ദേവസമൂഹം വന്നു ചേർന്നു. ദേവസമൂഹം എങ്ങനെയാണ് വന്നു ചേർന്നത്? ദേവസ്ത്രീകളോട് കൂടി. എന്താ ദേവസ്ത്രീകളുടെ വിശേഷണം? ദേവസ്ത്രീകളോട് കൂടി വന്നു. അവരുടെ വിശേഷണമോ വേഷഭൂഷണ വിലാസപേശലകളാണ്. സ്ത്രീകൾക്ക് ഈ വേഷം കെട്ടലിൽ കുറച്ചൊരു വൈദഗ്ധ്യം വേണം എന്നാണ്. അത് സ്ത്രീത്വത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു ക്വാളിറ്റി എന്ന് പറയാം.
മറ്റൊരാളെ ചമയിക്കാനുള്ള കഴിവ്, സ്വയം ചമയാനുള്ള കഴിവ്. എന്നിട്ട് ഞാൻ ഇപ്പം എങ്ങനെയുണ്ട് വേഷം കെട്ടിയത്, നന്നായിട്ടില്ലേ, ഞാൻ സുന്ദരിയായിട്ടില്ലേ എന്നൊക്കെ ചിലരോട് ഇങ്ങനെ ചോദിക്കുക. ഉണ്ട് കേട്ടോ എന്ന് അവരിങ്ങനെ പറയുക. ഒക്കെ സ്ത്രീകളുടെ പൊതുവെയുള്ള സ്വഭാവമാണെന്നാണ്. സന്തോഷമാവുകയും ചെയ്യും കേട്ടോ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാലേ. അപ്പോൾ സ്ത്രീകളുടെ വേഷഭൂഷണ വിലാസ പേശലകളായ വേഷഭൂഷാദികളിലൊക്കെ നന്നായി വേഷം കെട്ടാൻ കഴിവുള്ള ദേവസ്ത്രീകളോട് കൂടിയിട്ടാണ് ആര് വന്നത്? നാഗതോ യുഗപത്. നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമാണ്. നാഗം എന്ന് പറഞ്ഞാൽ പാമ്പ്. നാഗം ഇടോ കരം അതുപോലെ തന്നെ മൃദു, രണ്ടും കൂടിയുള്ള അർത്ഥവ്യത്യാസം നോക്കൂ. നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗം, നാഗം എന്ന് പറഞ്ഞാൽ പാമ്പ്. ഒരക്ഷരത്തിൻ്റെ വ്യത്യാസമല്ല, അക്ഷരത്തിൻ്റെ മൃദു കരത്തിൻ്റെ വ്യത്യാസമാണ്. അർത്ഥം മാറി. അപ്പോൾ അത് ഉച്ചരിക്കുമ്പോഴും ശരിയാവണ്ടേ? നാഗലോകത്തു നിന്ന് വന്നു എന്നുള്ള അർത്ഥം തിരിച്ചു വരിക. ഇവിടെ നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. നാഗതോ യുഗപദായതി. സ്വർഗത്തിൽ നിന്ന് ഒരേ സമയത്ത് ആകാശത്തിൽ ദേവസ്ത്രീകൾ വന്നു. എങ്ങനത്തെ ദേവസ്ത്രീകൾ? വേഷം കെട്ടൽ മുതലായവയിൽ വിദഗ്ധകളായ, ഓരോരോ ഹാവഭാവാദികളെ കൊണ്ട് മറ്റുള്ളവർക്ക് മോഹം ജനിപ്പിക്കുന്ന, ആകർഷിക്കുന്ന ദേവസ്ത്രീകൾ വിവിധ വസ്ത്രാഭരണങ്ങൾ അണിഞ്ഞ് അവിടെ എത്തിച്ചേർന്നു. അല്ലയോ വാസുദേവ എന്ന് വിളിച്ച് പറയണം. വാസുദേവ തവഭാസമാനമിഹ രാസകേളിരസസൗരഭം. രാസകേളി, രാസക്രീഡ, അതിൻ്റെ ആ ഒരു സൗരഭം അല്ലെങ്കിൽ സുഖം, രസം ആസ്വദിക്കാൻ ദൂരത്തുനിന്ന് നാരദാദികൾ വന്നു. ആത്മജ്ഞാനികളാണ്. ശിങ്കാരത്തിൽ അശേഷം കമ്പല്ലാത്തവരാ. ദൂരത്തോപി ഖലു നാരദാഗതിതമാകലയ്യ കുതുകാകുല. നാരദാദികൾ വന്നു ചേർന്നു. പിന്നെ ആര് വന്നു? ദേവന്മാർ. എങ്ങനെ വന്നു? ദേവസ്ത്രീകളോടുകൂടി. എങ്ങനെയാണ് ദേവസ്ത്രീകൾ ഉണ്ടാവുക? വേഷഭൂഷണ വിലാസങ്ങളിലൊക്കെ പേശലകളാണ്. വേഷം കെട്ടലിലും മറ്റുള്ളവരെ ഹാവഭാവങ്ങളെ കൊണ്ട് ആകർഷിക്കുന്നതിലും നിപുണകളായ ദേവസ്ത്രീകളെ കൂട്ടിയിട്ട് വേഷഭൂഷണ വിലാസ പേശല വിലാസിനി. വിലാസിനി സ്ത്രീകൾ. എങ്ങനത്തെ സ്ത്രീകൾ? വേഷഭൂഷാദികളെ കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുന്നതിൽ പേശലകളായിട്ടുള്ളവർ. പേശലകൾ സമർത്ഥർ. അതിന് കഴിവുള്ള സ്ത്രീകളോട് കൂടി സമാവൃത, അവരാൽ ചുറ്റപ്പെട്ട് നാഗതോ സ്വർഗത്തിൽ നിന്ന് യുഗപദാഗതോ, യുഗപദം ഒപ്പം വന്നു, നാരദാദികളുടെ ഒപ്പം തന്നെ. ആഗതാവിയതി വേഗതോ അഥ സുരമണ്ഡലി. കൂട്ടിച്ചേർത്തിട്ട് അസുരമണ്ഡലി എന്ന് വായിക്കരുത്. പിരിക്കേണ്ട ദിക്കിൽ പിരിക്കണം, പിരിക്കേണ്ടാത്ത ദിക്കിൽ പിരിക്കരുത്. അസുരനാണെന്ന് വെച്ചാൽ വേഗതോ സുരമണ്ഡലി എന്നാണ്. ആണ് ചെല്ലുമ്പോൾ സൂക്ഷിക്കാണ്ട് എന്ന് പറഞ്ഞത്. വേഗതോഥ സുരമണ്ഡലി. അസുരമണ്ഡലിയാവും ഒന്നിച്ച് വായിച്ച. അസുരന്മാരൊന്നും രാസക്രീഡ കാണാൻ വന്നിട്ടുമില്ല, അവർക്ക് അതിനുള്ള യോഗവുമില്ല. വേഗതോ സുരമണ്ഡലി. സുരമണ്ഡലി ദേവന്മാർ, മണ്ഡലി അവരുടെ കൂട്ടം. വേഷഭൂഷണ വിലാസങ്ങളിൽ പേശലകളായിരിക്കുന്ന, സമർത്ഥകളായിരിക്കുന്ന സ്ത്രീകളെ കൂട്ടി, ദേവസ്ത്രീകൾ, സുന്ദരികൾ, അപ്സരസുകളാണ് അവരെ കണ്ട് മോഹിച്ചിട്ടുള്ള എത്ര കഥകളാണുള്ളത്. മഹർഷിമാരും കൂടി വീണുണ്ടെന്നാണ്, ചിലർക്കാരല്ല. അപ്പോൾ അത്തരം സ്ത്രീകളെ കൂട്ടി വന്നിട്ടുള്ള ദേവന്മാർ നാരദൻ്റെ കൂടെ തന്നെ ഒപ്പം, നാരദൻ എത്തുമ്പോൾ അപ്പം തന്നെ അവരും എത്തിച്ചെന്ന് ഞങ്ങളും ഉണ്ട് ഭഗവാന്റെ രാസക്രീഡ കാണാനായിക്കൊണ്ട്. വേണുനാഥകൃതതാന ദാന കളഗാന രാഗഗതിയോചന. 2 ഗ ഉണ്ട്, ഒരു ഗ വിട്ട് കളയരുത്. 2 അക്ഷരം വരുമ്പോൾ ഒരക്ഷരം പോവാറുണ്ട്, അതാ പറയണം. ഗാനരാഗഗതി, രാഗഗതി യോജന ലോഭനീയ മൃദുപാദ പാദകൃതതാളമേളന മനോഹരം. വേണുനാദത്താൽ സൃഷ്ടിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന ഗാനനിർച്ചരി എന്ന് പറയാം. വേണുഗാനം എന്ന് പറയുന്നത് തന്നെ എല്ലാ സ്വരത്തിൻ്റെ ആരോഹണവും അവരോഹണവും അതിമനോഹരമായി എടുക്കാൻ കഴിവുള്ള ഒരു ഉപകരണം. അത്രയും വേണുഗാൻ, ഓടക്കുഴൽ, ഫ്ലൂട്ട് എല്ലാറ്റിലും എടുക്കാൻ പറ്റും. പക്ഷേ അപശ്രുതി വീഴാതെ ശരിയായ രീതിയിൽ ഒരു സ്വരത്തിന് മറ്റേ സ്വരത്തിലേക്ക് കയറ്റാനും ഇറക്കാനും
പറ്റിയിട്ടുള്ള ഒന്നാണ് ഫ്ലൂട്ട് എന്നാണ്. അതിന് ചില പരിമിതികളുണ്ട് ചില ഉപകരണത്തിൽ. ഹാർമോണിയത്തിലൊന്നും അങ്ങനെ കിട്ടുകയില്ല, ഒപ്പിക്കുകയാണ്. പക്ഷെ ഇതിലങ്ങനെയല്ല, എങ്ങനെ വേണമെങ്കിലും വിളയ്ക്കാം. അതാണ് വേണുനാഥ കൃതതാനദാന. കൃതദാനം ശ്രുതി, മനോഹരമായിട്ടുള്ള ശ്രുതിയോട് കൂടിയിട്ട് എടുത്തതായിട്ടുള്ള കളഗാനത്തിൻ്റെ ആലാപന ഭംഗി കൊണ്ട് യോജനാലോഭനീയ മൃദുപാദപാദം. പാദം എന്ന് പറഞ്ഞാൽ കാലടികൾ, പാദം അതിൻ്റെ വെപ്പ്. ഭൂമിയിലുള്ള പാദത്തിനാണ് പാദം വീഴ്ച. പാദം പാദം തന്നെ, രണ്ടാണ്. അപ്പോൾ ഒരു മൃദു ഒരു കരവും മാറിയപ്പോൾ അർത്ഥം മാറി. പാദവും പാദവും ഒന്നല്ല. പാദത്തിൻ്റെ പാദം, പാദത്തിൻ്റെ വെപ്പ്, ചുവട് വെപ്പ് കൊണ്ട്, മനോഹരമായ വേണുഗാനം കൊണ്ട്, അകമ്പടി, വേണുഗാനത്തിൻ്റെ അകമ്പടിയോടുകൂടി വയ്ക്കപ്പെട്ട കാലിൻ്റെ ആ ഒരു ചുവട് വെപ്പ് കൊണ്ട് മനോഹരമായിട്ടുള്ളതും ആയ രാസക്രീഡ. പിന്നെ എന്തുകൊണ്ടാണ് രാസക്രീഡ മനോഹരമായത്? ഒന്ന്, മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ, അകമ്പടി. രണ്ട്, മനോഹരമായിട്ടുള്ള ചുവട് വെപ്പ് കൊണ്ട്. ചുവട് വെപ്പ് കൈകൊട്ടിക്കളിയിലൊക്കെ ഈ കൈ കൊട്ടു. പിന്നെ എന്താണ്? പാണി സങ്കൊണിത കങ്കണം. കൈകൊട്ടിക്കളി ഉണ്ടായിട്ടുണ്ട് ഇവിടെ എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ കൈ കൊട്ടിയിട്ട് കൈ ഇളകണോ? ആ കയ്യിൽ അണിഞ്ഞിട്ടുള്ളതായിട്ടുള്ള വളകളുടെ ശബ്ദം കൊണ്ടും മനോഹരമായിരുന്നു. ഈ കൈകൊട്ടി കൊട്ടണ സമയത്തുണ്ടാകുന്ന കങ്കണങ്ങളിൽ നിന്നുണ്ടാകുന്ന ശബ്ദം സംസ്കൃതത്തിൽ പല സാഹിത്യത്തിലും വർണ്ണിച്ചിട്ടുണ്ട്. രുക്മിണി വീശണ സമയത്ത് അങ്ങനെ കിടി 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 എന്ന് പറഞ്ഞിട്ട് മുട്ടിയിരുന്നു എന്ന് പറയണു. അതിൽ വാസവദത്തയുടെ കഥയിലും പറയുന്നുണ്ട്. വീശുന്ന സമയത്തുണ്ടാകുന്ന മനോഹരമായിട്ടുള്ള ശബ്ദങ്ങൾ. പാണി സങ്കൊണിത കങ്കണഞ്ച മുഹുരംസലംപിത കരാംബുജം. നൃത്തത്തിൽ ചിലപ്പോൾ തോളിൽ കൈവയ്ക്കുന്ന ചില അങ്ങനെയുള്ള പോസുകളും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളതായിട്ട് ചില സ്റ്റെപ്പുകളോ പോസുകളോ അതും ഉണ്ടായിരുന്നു. ചിലതിനൊക്കെ ഇംഗ്ലീഷ് വാക്കേ ഉള്ളൂ, അതുകൊണ്ടാട്ടോ പറയണം. കൈകൾ തോളിൽ വയ്ക്കുന്നതായിട്ടുള്ള ചില ഭാവങ്ങളും അങ്ങനെയുള്ള ചില ഭാഗങ്ങളും ഉണ്ടായിരുന്നു. അംസലംബിത, അംസം തോളാണ്. അംസലംബിത കരാംബുജം ശ്രോണി ബിംബചലദംബരം ഭജത രാസകേളിരസഡംബരം. അതിലിടയ്ക്ക് ഈ അരക്കെട്ടിൽ അണിഞ്ഞതായിരിക്കുന്ന വസ്ത്രങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ സ്ഥാനം മാറുക. അതും മനോഹരമായിട്ടാണ് കാണുന്നവർക്ക് തോന്നാറ്. ചെറുതായിട്ടുള്ള സ്ഥാനഭ്രംശം. ഈ പുഴയിലത്തെ മണലിനെ അതിന് ഉപമിക്കും. വെള്ളം ഇങ്ങോട്ട് വന്നാൽ വസ്ത്രം മറച്ചു, വെള്ളം ചിലപ്പോൾ ഇങ്ങോട്ട് ഇളകിയിട്ട് ഇങ്ങോട്ട് താഴെ മണൽ കാണുമല്ലോ. അതിനെയൊക്കെ അങ്ങനെ കാവ്യത്തിൽ വാൽപ്പീരാമായണത്തിലൊക്കെ അങ്ങനത്തെ വർണ്ണനകൾ കാണാം. എങ്ങനെ ഒരു സ്ത്രീയുടെ വസ്ത്രം കുറച്ചിങ്ങനെ മാറി ശരീരഭാഗം കാണുന്നുവോ അതുപോലെ വെള്ളം നീങ്ങി മണൽ കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം കയറും ചെയ്തു. കയറിയിട്ടും ഇറങ്ങിയിട്ടും ചില ഭാഗങ്ങൾ പുഴയിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പം അതുപോലെ ഇവിടെ ശോണി ബിംബ ചലദംബരം, അരക്കെട്ടിൽ നിന്ന് മാറിയ വസ്ത്രങ്ങൾ. അതും ചിലപ്പോൾ പഴയ സ്ഥലത്തേക്ക് തന്നെ വരും, ചിലപ്പോൾ മാറും. അതും കൊണ്ട് രാസകേളി രസഡംബരം, മനോഹരമായിരിക്കുന്ന രാസക്രീഡയുടെ ഭംഗി വൈശിഷ്ട്യം ആസ്വദിക്കാൻ നാരദാദികളും ദേവസ്ത്രീകളും അവിടെ വന്നിരുന്നു. ഇപ്പോൾ 4-ാമത്തെ ശ്ലോകത്തിൽ രാസക്രീഡയുടെ വിശേഷണങ്ങളാണ്. എങ്ങനത്തെയൊക്കെ രാസക്രീഡയായിരുന്നു. വേണുഗാനത്തിൻ്റെ മനോഹരമായ ആലാപനം കൊണ്ട് അകമ്പടി സേവിക്കപ്പെട്ട എന്ന് പറയാം. പിന്നെ ലോഭനീയ മൃദുപാദപാദം, പാദത്തിൻ്റെ വെപ്പ് കൊണ്ട്, ചുവട് വെപ്പ് കൊണ്ട് മനോഹരമായിട്ടുള്ളതും. കൈകൊട്ടിക്കളി എന്ന രീതിയിൽ കൈകൾ പരസ്പരം കൂട്ടിയടിക്കുന്നത് കൊണ്ട്, വളകളുടെ ശബ്ദം കൊണ്ടും കൈയിൻ്റെ അടിയുടെ ശബ്ദം കൊണ്ടും രണ്ടുമുണ്ട്. പാണി സങ്കൊണിത കങ്കണം, വളകളുടെ ശബ്ദം കൊണ്ടും മനോഹരമായിരുന്നു രാസക്രീഡ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അംസലംബിത കരാംബുജം, തോളിൽ കൈ വെച്ചിട്ടുള്ള ചില പ്രത്യേക വിധത്തിലുള്ള ലീലകളും. പിന്നെയോ ശ്രോണി ബിംബചലദംബരം, അരക്കെട്ടിൽ നിന്ന് നീങ്ങുന്ന വസ്ത്രങ്ങൾ. അതുകൊണ്ട് ഇപ്പോൾ 5-6 കാര്യങ്ങളെ കൊണ്ട് ശോഭിച്ച ആ രാസക്രീഡ വളരെയേറെ ശോഭിച്ചു. വേണുനാഥം കൊണ്ട് അകമ്പടി സേവിക്കപ്പെട്ടത് 1,
ഗാനരാഗഗതി. രണ്ടാമതോ മൃദുപാദപാദം, കാലിൻ്റെ മനോഹരമായിട്ടുള്ള വെപ്പ്. മൂന്നാമതോ പാണിസങ്കുണിത കങ്കണം, കയ്യടിയുടെ ശബ്ദവും വളകളുടെ ശബ്ദവും, അതാണ് മൂന്നാമത്തെ. നാലാമത്തെയോ തോളിൽ വയ്ക്കപ്പെട്ട കയ്യ്, അങ്ങനെയുള്ള നൃത്തം കൊണ്ട് ശോഭിച്ച രാസക്രീഡ. അഞ്ചാമതോ അരക്കെട്ടിൽ നിന്ന് മാറിയതായ വസ്ത്രം. ഈ 5 കാര്യങ്ങളാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത്. ശുഭദിന ആശംസകളോടുകൂടി നിർത്തുന്നു. നമസ്കാരം.